വെരി വെരി ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തേർഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോർട്ടിലെ തൃശ്ശൂരെ തേർഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോർട്ടിൽ ഇന്ന് 2 കേസുകളാണ് ഉള്ളത് ഹൈറിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഹൈറിച്ച് ഈ വിധി വന്നതിൻ്റെ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന സ്ഥാപനം തുറന്നു തരണം എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. മറ്റൊന്ന്, ഈ കമ്പനി പൂട്ടിക്കെട്ടണം എന്ന് പറഞ്ഞിട്ട് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഉത്തരവ്, രണ്ടാമത് ഉത്തരവുണ്ടായതിന് ശേഷം ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത കേസാണ്. അപ്പോൾ 2 കേസിൻ്റെയും വാദങ്ങൾ കഴിഞ്ഞ 24-ാം തീയതി ഉണ്ടായിരുന്നു. 22-ാം തീയതി 24-ാം തീയതി ഒക്കെയാണ് ഇത് ഫയൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്തായാലും പുതിയൊരു ടെമ്പററി അറ്റാച്ച്മെൻറ്റ് ഓർഡർ നിലവിൽ വന്ന സ്ഥിതിക്ക്, അത് കോടതിയിലെത്തിയ സ്ഥിതിക്ക് ഇവരുടെ നമുക്ക് വീണ്ടും തുറന്നു തരണമെന്ന് പറയുന്നത് യാതൊരു പ്രസക്തിയില്ലാത്തൊരു സാധനമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർകക്ഷികളുടെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പെർമനന്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യണമെന്നുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എതിർകക്ഷികളായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ്, പ്രതാപൻ, ശ്രീന പ്രതാപൻ എന്നിവർക്ക് നോട്ടീസ് നൽകുന്നതായിരിക്കും. അതിലെ നോട്ടീസിൻ്റെ മറുപടി 30 ദിവസത്തിനിടയ്ക്കാണ് ഇവർ കൊടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ നോട്ടീസിനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഫർദറായിട്ട് ഹിയറിങ്ങിന് വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, ഈ കേസ് ഒരു 11 മണിയോടുകൂടി എടുക്കുമായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റും, നിങ്ങളെ അറിയിക്കാം. ബൈ.